രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം ഒക്ടോബർ മുതൽ തുടങ്ങാൻ ആലോചന. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ മുന്നൊരുക്കങ്ങൾ ചർച്ചയായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIR തുടങ്ങും എന്നാണ് സൂചന. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അജീഷ്, ഇത് എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ്. ഈ രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണം ഒക്ടോബർ മുതൽ തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അത് ഈ സമയം ഇങ്ങ് അടുത്തു കഴിഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിൽ മുന്നൊരുക്കങ്ങൾ ചർച്ചയായി. എന്തൊക്കെ കാര്യങ്ങൾ ഇതോടൊപ്പം ചർച്ചയായിട്ടുണ്ട്? പ്രവിത, ഈ ബീഹാർ ഇലക്ഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രക്രിയകൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിർണായക യോഗം ഡൽഹിയിൽ ചേർന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസർമാരാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തത്. 3.5 മണിക്കൂർ നീണ്ട വർക്ക്ഷോപ്പിൽ ഈ പ്രധാനമായും എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഈ രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മുന്നോടിയായി നടത്തണം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് സംസ്ഥാനങ്ങളുടെ ഒരുക്കങ്ങളടക്കം വിലയിരുത്തി. മാത്രമല്ല, ബീഹാറിൽ നടത്തിയ വോട്ടർ പട്ടിക പരിഷ്കരണം അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു, അവരുടെ ഒരു അവതരണവും ഉണ്ടായിരുന്നു. എത്തരത്തിൽ ആണ് ഇവർ ഈ ഒരു മാസം കൊണ്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശദീകരിക്കുകയും ചെയ്തു. മാത്രമല്ല, പ്രധാനമായും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംസ്ഥാനങ്ങളോട് ആരാഞ്ഞത് എത്ര സമയം വേണം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം അത് തുടങ്ങാൻ, അതിന്റെ ഒരു അടിസ്ഥാന ജോലികൾ തുടങ്ങാൻ വേണം എന്നാണ് ചോദിച്ചത്. അവർ പറഞ്ഞത് സെപ്റ്റംബർ മാസത്തോടെ അതിന്റെ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്താനാകും, ഒക്ടോബർ മാസത്തോടെ ഇതിന്റെ ജോലികൾ തുടങ്ങാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, എന്തൊക്കെ രേഖകളാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയായിരുന്നു. മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിൽ ഈ ട്രൈബൽ ആളുകളുള്ള അധിവസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചില പ്രത്യേക രേഖകൾ വാങ്ങാനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രേഖകൾ പരിശോധിച്ച വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ആലോചന ഉണ്ട്. അങ്ങനെ ചില നിർദ്ദേശങ്ങൾ കൂടി ഇന്ന് ചേർന്ന യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ നടത്താൻ ഒരു ആലോചന ഉണ്ടായത്. പക്ഷേ ഡേറ്റ് ഇതുവരേക്കും ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടില്ല, അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത് സംസ്ഥാനങ്ങളുടെ നിലപാടുകൾ കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡേറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയുള്ളൂ. മാത്രമല്ല, ഇത് നടപ്പിലാക്കിയതിന് ശേഷം ഏതാണ്ട് ഡിസംബറോട് കൂടി തന്നെ അതിന്റെ ഒരു കരട് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഒരു മാസം അതിന്റെ ആക്ഷേപങ്ങളൊക്കെ തന്നെ കേൾക്കാൻ സമയം കൊടുക്കുകയും ചെയ്യും. ജനുവരി ആദ്യവാരമോ അവസാനത്തോടെ കൂടി അന്തിമ വോട്ടർ പട്ടിക രാജ്യത്ത് പുതുതായിട്ട് ഇറക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. 2026 5 സംസ്ഥാനങ്ങളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ബീഹാർ SIRന്റെ ഈ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ബംഗാളിൽ ഈ തൃണമൂൽ കോൺഗ്രസ് അടക്കം ഇലക്ഷൻ കമ്മീഷനെതിരെ രംഗത്തെത്തിയിരുന്നു. അവർ BJP വേണ്ടിയിട്ടാണ് ഈ ജോലികൾ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയാണ് നിലവിലെ പ്രശ്നം. അതുകൊണ്ട് ഇത് നടപ്പിലാക്കും രാജ്യവ്യാപകമായിട്ട് എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ നടപടികൾ തുടങ്ങി വെച്ചത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.